എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുര സ്വദേശിയാണ്. ദേശീയ കായികതരം ആശാ വർക്കർമാരുടെ സമരം 58-ാം ദിവസം പിന്നിട്ടു. 2 മാസത്തിന് 2 ദിവസം കൂടിയേ ഉള്ളൂ എന്ന് പറയാം. ഇന്ന് 3 മണിക്കാണ് ആശാ വർക്കർമാരുടെ സമരം ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിനും 2 ചർച്ച പരാജയപ്പെട്ടെന്ന് തന്നെ പറയാം. ആദ്യത്തെ ചർച്ചയും പരാജയപ്പെട്ടു, രണ്ടാമത്തെ ചർച്ചയും പരാജയപ്പെട്ടെന്ന് തന്നെ പറയാം. 232 രൂപയുടെ കൂലിയായിരുന്നു, അത് 700 രൂപയാക്കി വർദ്ധിക്കുമെന്നാണ് ആശാ വർക്കർമാർ പറഞ്ഞത്. അതിന്റെ തീരുമാനമാണ് ഇന്നാണ്. മഴയായിരുന്നാലും വെറിയായിരുന്നാലും വെയിൽ കൊണ്ടാണ് സമരത്തിന് സെക്രട്ടേറിയറ്റിന്റെ പരിസര പ്രദേശത്ത് 58 ദിവസം കൊണ്ടിരിക്കുന്നത്. പിന്നെ തലമുടി മുറിച്ചു മാറ്റി ചില സ്ത്രീകൾ, പിന്നെ നിരാഹാര സമരം 3 പേർ തമ്മിൽ തുടരുന്നതായിട്ടും പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും. ഇന്ന് സമരം ഒത്തുതീർക്കും ആവുമെന്നാണ് പറഞ്ഞത്. പല സംഘടനക്കാരും സമരത്തിൽ നിന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇന്നത്തോടെ സമരം തീരും. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നീട്ടിയാണ് ആശാ വർക്കർമാരെ ഇത്രയും ദിവസം സമരത്തിന് വിട്ടത്. ഇന്ന് നമുക്കും പ്രതീക്ഷയുണ്ട് സമരം ഇന്ന് പൂർണ്ണമായി പിൻവലിക്കുമെന്നുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്നത്തോടെ തന്നെ സമരം പിൻവലിച്ചാൽ ഇത് വലിയൊരു സമരത്തിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ആശാ വർക്കർമാരുടെ കൂലി 700 രൂപയാക്കണമെന്ന് തന്നെ പറയുന്നുണ്ട്. അതിനു മുമ്പ് 3000 രൂപ കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ പിരിഞ്ഞു പോകുമ്പം 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതും ഒരു ക്രമത്തിൽ തന്നെ ഇന്ന് നടക്കും. 62 വയസ്സിലാണ് പിരിഞ്ഞു പോകുന്നതെന്ന് പറയുന്നുണ്ട്. അത്തരം ചർച്ചകളാണ് നടക്കുന്നത്. മഴയായിരുന്നാലും വെറിയായിരുന്നാലും ഇതെല്ലാം ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് രാപ്പകൽ സമരമാണ് നടന്നുകൊണ്ടിരുന്നതെന്ന് പറയാം. നിരാഹാര സമരമാണ് നടന്നുകൊണ്ടിരുന്നത്. 58 ദിവസം കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലേക്ക് പോകുന്ന സമൂഹത്തിന്റെ ധൃതിയിലാണ് ആശാ വർക്കർമാർ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്തരം ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. 2 ചർച്ചയും പരാജയപ്പെട്ടത് 3ാമത്തെ ചർച്ചയിൽ കഴിഞ്ഞു കഴിഞ്ഞ വലിയ ഇഷ്യൂ ആവുന്നതിനെ പറയുന്നുണ്ട്. ആശാവർക്കർ ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എല്ലാ ജില്ലയിൽ നിന്ന് ഒഴുകി എത്തുമെന്ന് തന്നെ പറയുന്നുണ്ട്. അത് വളരെ ചർച്ച പൂർണ്ണമായി ഇന്ന് നല്ലതായിട്ട് നടക്കുമെന്ന് തന്നെ നമുക്ക് എൻ്റെ വാർത്തയും അന്വേഷണം തുടരുന്നു തന്നെ പറയുന്നുണ്ട്. രാപ്പകൽ സമരവും ഇന്ന് അവസാനിപ്പിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇവരെ 700 രൂപയായിട്ട് വർദ്ധിപ്പിക്കണം, 21,000 രൂപ ശമ്പളം കൊടുക്കണമെന്ന് തന്നെ പറയുന്നുണ്ട്. ആശാ വർക്കർമാർ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാരമുള്ള ജോലിയാണ്. ഓരോ വീട്ടിൽ രോഗികളെ നോക്കുന്നു, എത്ര കിലോമീറ്റർ ഒരു ദിവസം നടക്കുന്നു. പിന്നെ ഈ വെയിലിനെ വകവയ്ക്കാതാണ് സെക്രട്ടറിയുടെ രാപ്പകൽ സമരം തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്തരം നടപടികളെല്ലാം വളരെ ഈസി ആയിട്ടുള്ള പ്രകടനമാണ് ഇന്ന് നടക്കുന്നത്. സെക്രട്ടറിയുടെ കവാടത്തിൽ തന്നെ ആശാ വർക്കർമാരെല്ലാം എല്ലാ ജില്ലയിൽ നിന്നും എത്തുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളും നൽകുന്നത്. ആശാ വർക്കർമാരുടെ സമരം ഇന്ന് പിൻവലിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ വാർത്തയും അന്വേഷണം തുടരുന്നുണ്ട്. അവരെ ആവശ്യങ്ങൾ ഇന്ന് ഉന്നയിക്കുമെന്ന് തന്നെ നമുക്ക് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. അതുപോലെ സാമ്പത്തിക സഹായം നൽകുമെന്ന് പറയുന്നുണ്ട്. ഇന്ന് വീട്ടിലെത്തുമെന്ന് തന്നെ നമുക്ക് ആശാ വർക്കർമാർ വീട്ടിലെത്തും. മക്കളെയും ഭർത്താക്കന്മാരെയും കാണുമെന്ന് തന്നെ പറയുന്നുണ്ട്. 2 മാസത്തിന് 2 ദിവസം കുറവുള്ളിടത്താണ് ഇന്ന് സമരം പിൻവലിപ്പിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പല വൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആശാ വർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന്റെ കവാടത്തിൽ തുടങ്ങിയിട്ട് 2 മാസം തികയാൻ 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അത്തരം രാപ്പകൽ സമരം എന്ന് പറഞ്ഞാൽ കൊതുകൊടി കൊള്ളുന്നു. തിരുവനന്തപുരത്തുള്ള വെയിൽ മൊത്തം കൊള്ളുന്നു. ഈ ചൂടിൽ വെയിൽ മൊത്തം കൊള്ളുന്നു. അവിടെ നിരാഹാര സമരം ഇരിക്കുന്നു, നിരാഹാരം കിടക്കുന്നു, ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റുന്നു. അതിനുശേഷമാണ് ഇവർ ഇത്രയും തുക കൂട്ടി ചോദിച്ചത്. അതുപോലും 21,000 രൂപയാണ് കൂട്ടി ചോദിച്ചതെന്ന് പറയാം. സർക്കാർ അനുവദിച്ച് നിസ്സാരമായിട്ട് കൊടുക്കാനേ ഉള്ളൂ എന്ന് തന്നെ പറയുന്നുണ്ട്. അത്തരം നടപടി തന്നെ പോകുന്നുണ്ട് എന്ന് പറയാം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് വോട്ടുകൊണ്ട് ജയിച്ച തൊഴിലാളികളുടെ സർക്കാരായിരുന്നു ഇടതുപക്ഷമെന്ന് പറയുന്നു. അതിന് വോട്ട് ചെയ്ത ആശാ വർക്കർമാർ പറയുന്നത് അവർ നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് തന്നെ ഇന്നത്തെ ചർച്ചയിൽ പരാജയപ്പെടൂലെന്ന് നമുക്ക് പറയാം. എൻ്റെ വാർത്തയ്ക്കും പറയാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് നമുക്കിപ്പോൾ നടക്കുന്ന പ്രതീക്ഷ. ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയാണ് സമരം തുടരുന്നത് എന്ന് പറയാം. നിരാഹാര സമരം, രാപ്പകൽ സമരമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേയൻ.